കുടുംബത്തിൻ അന്ധത മാറ്റി നിൻ തിരുപ്രഭയെന്നും ചൊരിയണമേ. ക്രിസ്മസ് ദിനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഗോള സഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും എല്ലാ കുടുംബങ്ങളിലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബം പോലെ ആക്കണമേ എന്നാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭവനങ്ങളിലും കുടുംബ പ്രതിഷ്ഠയ്ക്കൊക്കെ പോകുമ്പോഴും കുടുംബ ആശീർവാദ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോഴും ചൊല്ലാറുള്ളത്. പക്ഷേ ഈ പ്രാർത്ഥനയെ കുറച്ചും കൂടി ഗൗരവത്തോടെ കണ്ടാൽ അത്ര ധൈര്യമൊന്നും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാൻ തോന്നില്ല. അതിന് കാരണം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ തിരുക്കുടുംബത്തെ പോലെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബജീവിതമാണ് എന്ന ഒരു മാനദണ്ഡത്തിലാണ്. പക്ഷെ അവിടെ സമാധാനവും സന്തോഷവും എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സങ്കടമുണ്ടായിരുന്നു, അവിടെ സംശയത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അവിടെ ഒരു കുടുംബം തകർന്നു പോകാനുള്ള ജീവിത അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ഒരു കുടുംബമാകുക എന്നുള്ളതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ സംശയത്തിൻ്റെയും വെല്ലുവിളികളുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഇതൊക്കെ കുറച്ചും കൂടി വ്യാപൃതപ്പെട്ടിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി അങ്ങ് വിപുലമായിട്ടേ ഉള്ളൂ. അത്ര സന്തോഷവും സ്നേഹമൊന്നും ഒരുമിച്ചങ്ങനെ ജീവിക്കാനൊന്നും യൗസേപ്പ് പിതാവിനും മറിയത്തിനും പറ്റിയില്ല. പിന്നീട് ഉണ്ണീശോ വരുമ്പോൾ ആ രാത്രി തന്നെ നാട് കടത്തപ്പെട്ട് അങ്ങനെ ഒരു പ്രവാസിയെപ്പോലെ ജീവിച്ച് പിന്നെ മരണം വരെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വേദനയിലും സങ്കടത്തിലൂടെയൊക്കെ ആ കുടുംബം കടന്നുപോയത്. ഇങ്ങനെ കടന്നുപോയൊരു കുടുംബത്തെ എന്തുകൊണ്ട് നമ്മളുടെയൊക്കെ കുടുംബം ഈ കുടുംബം പോലെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു? പ്രിയമുള്ളവരെ, ആ കാരണം കണ്ടെത്തുകയാണ് നാം ഇന്ന്. അതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ: ഏതൊരു വേദനയ്ക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും സംശയങ്ങളുടെ സാധ്യതകൾക്കിടയിലുമൊക്കെ ഒരുമിച്ച് കരഞ്ചേർത്ത് പിടിച്ചു നടന്ന ഒരു കുടുംബത്തെയാണ് തിരുക്കുടുംബമെന്ന് സഭ വിശേഷിപ്പിച്ചത്. വേദനകളുണ്ടായി, സംശയത്തിനുള്ള സാധ്യതകളുണ്ടായി, കുറ്റപ്പെടുത്താനുള്ള ഇടങ്ങളൊക്കെ ഉണ്ടായി, കണ്ണീരും വേദനയും തീരാതെ നിന്നു. എന്നിട്ടും അവർ പരസ്പരം കരഞ്ചേർത്ത് നിന്നു. അതാണ് തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയാണ് ഇങ്ങനെ കരഞ്ചേർത്ത് പിടിക്കാൻ ഇവർക്ക് ബലം കിട്ടിയത്? ഇങ്ങനെയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവർക്ക് മനസ്സുണ്ടായത്? അതിന് വ്യക്തമായ കാരണം നൽകുന്നത് ഇന്നത്തെ സുവിശേഷങ്ങളിലെ ചില വാക്കുകൾ തന്നെയാണ്. സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ കാണുന്നൊരു വചനം ഇതാണ്: യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ദേവാലയത്തിൽ പോയിരുന്നു. ഈ പെസഹ തിരുനാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. എല്ലാ യഹൂദരും നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട ഒരു തിരുനാളാണ്. അങ്ങനെ ഈ ഉത്തരവാദിത്തപ്പെട്ട ചില കടപ്പെട്ട ദിവസങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ അവർ മുടങ്ങാതെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇതാണ് ഈ കുടുംബത്തെ കരഞ്ചേർത്ത് പിടിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആദ്യ മാനദണ്ഡം. ദേവാലയവുമായി ഒരു ബന്ധമുള്ള കുടുംബമായിരുന്നു തിരുക്കുടുംബം. അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു, ദേവാലയത്തിന് മുൻഗണന കൊടുത്തു. നമ്മളൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബമാകാൻ ഒന്നാമത്തെ മാനദണ്ഡം ഇത് തന്നെയാണ്. ഈ ദേവാലയവുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം, ദൈവവുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകണം. അതാകണം പ്രയോറിറ്റി. ഇതാണ് തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, ഇവർ ദേവാലയത്തിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ 3 രാത്രിയും 3 പകലുകൾക്കും ശേഷമാണ് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു എന്നറിയുന്നു. എന്നിട്ട് അവർ തിരിച്ചു വന്ന് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു രംഗമുണ്ടല്ലോ, അതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു തിരുക്കുടുംബത്തിനുണ്ടാകേണ്ട രണ്ടാമത്തെ മാനദണ്ഡം. ഏതോ ഒരു വഴിത്താരിൽ വെച്ച് യൗസേപ്പ് പിതാവിനും പരിശുദ്ധ മറിയത്തിനും ഉണ്ണീശയെ നഷ്ടപ്പെട്ടു. യേശുവിനെ നഷ്ടപ്പെട്ട 3 രാത്രിയും 3 പകലുകളും, യേശുവിനെ കൈവിട്ടു പോയ 3 രാത്രിയും 3 പകലുകളും, ആ കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പോയ 3 രാത്രിയും 3 പകലുകളും. ഇങ്ങനെ ഒരു 3 രാത്രിയും 3 പകലുകളിലൂടെയും കടന്നുപോയ മാതാപിതാക്കൾക്ക് ഒരു കാര്യം വെളിച്ചം കിട്ടുന്നുണ്ട്: എവിടെയാണോ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയത് അവിടെ പോയി തിരിച്ച് കണ്ടെത്തണം. കാരണം അവനാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം, ആണിവേര്. ഇതൊരു വലിയ ചിന്തയാണ്. നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബമാകാൻ ഏതെങ്കിലുമൊക്കെ വഴിത്താരിൽ വെച്ച് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അവിടെ ചെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. കുടുംബങ്ങൾ തിരുക്കുടുംബമാകാൻ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ കുടുംബത്തിൽ വീണ്ടെടുക്കണം. കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ മാനദണ്ഡമായി തീരണം. ഏറ്റവും അവസാനമായി തിരുക്കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കണ്ടെത്തുമ്പോൾ ഏറ്റവും അവസാനം സുവിശേഷം രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ്: യേശു അവർക്ക് വിധേയനായി അവരുടെ ഭവനത്തിൽ ജീവിച്ചു. ദൈവപുത്രനൊക്കെ ശരിയാണ്, എന്നിട്ടും അവൻ ഒരു കാര്യം വ്യക്തതയുണ്ടായിരുന്നു: ഈ മാതാപിതാക്കൾക്ക് നിയോഗിക്കപ്പെട്ട മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്.
അതുകൊണ്ട് അവൻ അവർക്ക് വിധേയനായി ഈ ഭൂമിയിൽ ജീവിച്ചു. പരസ്പരം വിധേയത്വം കുടുംബജീവിതത്തിലുണ്ടാകുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമായി തീരും. നമ്മളുടെയും കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാകുന്ന 3 ചവിട്ടുപടികളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി പരസ്പരം കുറച്ചും കൂടി ദേവാലയത്തിന് പ്രാധാന്യം കൊടുക്കണം. നഷ്ടപ്പെട്ടു പോയി ക്രിസ്തുവിനേക്ക് കുടുംബ പ്രാർത്ഥനയിലൂടെയൊക്കെ തിരിച്ചെടുക്കണം. 3, നമുക്ക് പരസ്പരം വിധേയത്വം ഉണ്ടാകണം. അവിടെ സ്നേഹമുണ്ടാകും. നമ്മളുടെ കുടുംബങ്ങളൊക്കെ ഇനിയും തിരുക്കുടുംബങ്ങളായില്ലെങ്കിൽ ഇനി എന്നാകാനാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. യേശുവേഗപാലകൻ, യേശുവേഗരക്ഷകൻ, യേശുവേഗനായകൻ, യേശുമാത്രമാശ്രയം. കഷ്ടതയില്ലാതെ കാത്തിടണേ, കാരുണ്യവാനാകുമേശുനാഥ. കഷ്ടതയില്ലാതെ കാത്തിടണേ, കാരുണ്യവാനാകുമേശുനാഥ. എൻ ഭവനത്തിൻ അന്ധത മാറ്റി നിൻ തിരുപ്രഭയെന്നും ചൊരിയണമേ. എൻ ഭവനത്തിൻ അന്ധത മാറ്റി നിൻ തിരുപ്രഭയെന്നും ചൊരിയണമേ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. യേശുവേഗപാലകൻ, യേശുവേഗരക്ഷകൻ, യേശുവേഗനായകൻ, യേശുമാത്രമാശ്രയം. നസ്രത്തിലെ നിൻ തിരുക്കുടുംബം, സ്നേഹത്തിൻ നിറവാർന്ന തിരുക്കുടുംബം. നസ്രത്തിലെ നിൻ തിരുക്കുടുംബം, സ്നേഹത്തിൻ നിറവാർന്ന തിരുക്കുടുംബം. മാതൃകയാക്കി വസിച്ചിടുവാൻ കൃപ ചൊരിയണമേ യേശുനാഥ. മാതൃകയാക്കി വസിച്ചിടുവാൻ കൃപ ചൊരിയണമേ യേശുനാഥ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ
എൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധി എന്നുമെൻ കുടുംബം. നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. യേശുവേ